ആ ഓ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊടുത്തു പഠിപ്പിച്ചെടുത്തല്ലേ. നോട്ടെ നോട്ടെ ആ കിട്ടി. കൊല്ലം കൊണ്ട് ഫുൾ പല്ലാവും. ചെപ്പിടിപ്പിടി പല്ലുകൾ പറഞ്ഞിട്ടിരിക്കും. ആള് ഭയങ്കര പിടിച്ച് കളിക്കുന്നത്. നമ്മളിപ്പോ കാണാൻ പോകുന്നതേ പശുക്കുട്ടിയെ സംരക്ഷിക്കുന്ന രീതിയാട്ടോ. ചേട്ടൻ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? നമ്മൾ നല്ലൊരു കിടാവ് ജനിച്ചിട്ട് 25 ദിവസമായിട്ടുള്ളൂ. 25 ദിവസമായിട്ടുള്ളൂ. ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോ തൊട്ട് ഞാനിപ്പോ അവക്ക് 19 ദിവസങ്ങളിൽ ഒരു 20 മുട്ടേനെ അവക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 20 കോഴിമുട്ട കൊടുത്തിട്ടുണ്ട്. 20 കോഴിമുട്ട കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ കിടാവ് അതിനുള്ള പ്രോട്ടീൻ കിട്ടി. ഒരു 12 മാസം അല്ലെങ്കിൽ 14 മാസത്തിൽ കിടാവ് പൊളച്ച് ഒരു 18 മാസം കുത്തിവെക്കാൻ പറ്റും. ഒരു വയസ്സ് വരെ നമ്മൾ കൊടുക്കണം. കുഴപ്പമില്ല. പിന്നെ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കിടാവ് ചനിയുള്ളപ്പോഴും കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ കിടാവ് നന്നായി നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കും. പശുക്കൾ മെലിയ നല്ലൊരു ബോഡി നല്ല കറക്റ്റ് ആയിട്ട് ബോഡി ഉണ്ടാവും. ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? കൊടുത്തു കഴിഞ്ഞാൽ ബോഡി കറക്റ്റ് ആയിട്ട് ഇരിക്കും. കിടാവ് ക്ഷീണം ഉണ്ടാവില്ല. പിന്നെ കാല് കൈ പൊട്ട് അങ്ങനെ ചെറുപ്പത്തിൽ പൊട്ടില്ല. ഇപ്പൊ രോമൊന്നും കൊഴിഞ്ഞിട്ടില്ല. ഇപ്പത്തെ ചില കിടാവ് ചിലരെ 10 ദിവസം ആകുമ്പോഴേക്കും കിടാവ് രോമൊക്കെ കൊഴിഞ്ഞു പോകും. ഇതിപ്പോ രോമൊക്കെ കൊഴിയാണ്ട് നല്ല വൃത്തിയിൽ നിൽക്കണുണ്ടോ? അതെ നല്ല ഒരു നല്ല കിടാവാണ്. നല്ല ഓമനത്തുണ്ട്. നല്ല ക്ഷീണമൊന്നുമില്ല അതിന്. ഈ ഒരു ഇങ്ങനെ മുട്ടയുടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ കൊടുക്കുന്ന രീതി ഒന്ന് കാണിക്കാം. എങ്ങനെയൊന്നും പറഞ്ഞു തരാമോ? മുട്ട കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മള് ചെറുപ്പം തൊട്ട് മരുങ്ങിന്റെ ഒരു തൊഴിലാതിന്റെ വല്ല ഞാൻ വെറുതെ ഇങ്ങനെ പിടിക്കും. ആ മുട്ട കൊണ്ട് ഇങ്ങനെ മുട്ടിയിട്ട് ആ വയലിൽ വെച്ച് കൊടുക്കാട്ട് കൂട്ടി കഴിയുമ്പോൾ കടിച്ചാണ്ട് ഇവർ ജനിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാളാകുമ്പോഴത്തേക്കും വരമരുന്ന് കൊടുക്കില്ല. അതെങ്ങനെ? അതായത് 22 ദിവസത്തിന് ഒരു മരുന്ന് തരും. ആ മുമ്പ് അവിടെ ചെന്ന് ചോദിച്ചാൽ സർക്കാർ ആശുപത്രി നമുക്ക് തരും. ആ മരുന്ന് നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ മാസം കൊടുക്കാം. പിന്നെ കിടാവ് അറിവ് വെച്ച് കഴിയുമ്പോൾ 3 മാസത്തേക്കുള്ള ഗുളിക ഡോസ് തരും. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് വരയുടെ മരുന്ന് നമ്മൾ കൊടുത്താൽ മതി. അതുപോലെ തന്നെ പശുക്കളായാലും പാർത്ത് കെട്ടുന്ന പൈകൾക്ക് നമ്മൾ ഒരു 6 മാസത്തുമ്പോൾ പൈകൾക്ക് വരയുടെ മരുന്ന് കൊടുക്കണം. അതുപോലെ പശു പ്രസവിച്ചാലും വരയുടെ മരുന്ന് കൊടുക്കണം. അപ്പോഴേ പാല് പശുവിന് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അപ്പൊ മുട്ട കൊടുക്കുന്നതുകൊണ്ട് വേഗത്തിൽ മതി കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേഗം മതി കാണിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ കുത്തൂല. 18 മാസം ആകുമ്പോൾ കുത്തി കഴിഞ്ഞാൽ അപ്പൊ കിടാവ് ഒറ്റ കുത്തില്ല ചന പിടിച്ച് കിട്ടും. 18 മാസം ആകുമ്പോൾ കുത്തുള്ളൂ. 8 മാസമായിട്ട് കുത്തുള്ളൂ. അപ്പോഴേ പശു പെറ്റ പാലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പാലുണ്ടാവില്ല. 12 മാസം കുത്തി പിടിച്ച് കടിക്കുന്നത്. കുത്തി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. നേരത്തെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ചീര ചെറുപ്പത്തിൽ കുത്തി കഴിഞ്ഞാൽ പാല് കുറയും. അവസ്ഥ ഒരു 18 മാസം കുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു 9 മാസം കൂടി കിടാവ് വളരെ സമയം ഉണ്ടല്ലോ. 10 മാസം ഉണ്ടല്ലോ. അപ്പോഴേക്കും കിടാവ് ഫുൾ പശുവാകും. ഫുൾ പശുവായി കഴിഞ്ഞാൽ പാല് കിട്ടും. നേരത്തെ കുത്തി വെച്ചാൽ പാല് കുറവായിരിക്കും. നേരത്തെ പൊളക്കുമ്പോൾ തന്നെ കുത്തൂല. 18 മാസമായിട്ട് കുത്തുള്ളൂ. അങ്ങനെ ചെയ്യാവുള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ ഒരാളെ ഭയങ്കര സ്നേഹമാണ് ആൾക്ക്. കടിയായിരുന്നു. അപ്പൊ കുട്ടി വലുതായി കഴിഞ്ഞാൽ ആദ്യത്തെ എത്ര മാസം കഴിഞ്ഞിട്ടാണ് പല്ല് പറയുന്നത്? അത് 2.5 വയസ്സ് ആവും. അതായത് നമ്മളൊരു 2 വയസ്സിൽ കിടാവിന് കുത്തി വെച്ച് കഴിഞ്ഞാൽ 12 മാസത്തിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ 9 മാസം കഴിയുമ്പോൾ പൈകിടാവ് പ്രസവിക്കില്ലോ. പശു പ്രസവിക്കില്ലോ. ആ പ്രസവം കഴിയുമ്പോഴേക്കും പൈകിടാവ് പല്ല് പറയും. പിന്നെ ഒരു 1.5 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഫുൾ പല്ലാവും. ചെപ്പിടിപ്പിടി പല്ലുകൾ പറഞ്ഞിട്ടിരിക്കും. ആള് ഭയങ്കര പിടിച്ച് കളിക്കുന്നത്. അപ്പൊ കിടാവ് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര മാസം വരെ പാല് കുടിപ്പിക്കണം? 3 മാസമാണ് കണക്ക്. 3 മാസം കണക്കെങ്കിലും ഞങ്ങൾക്ക് 2 മാസം കൊടുക്കുള്ളൂ. അത് 2 മാസം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു 2.5 ലിറ്റർ പാല് കുറയാണ്ട് കൊടുക്കും. 2.5 ലിറ്റർ പാല്. അത് എങ്ങനെ കൊടുക്കണേന്ന് ചോദിച്ചാൽ പശുവിനെ കറവ് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ ഞങ്ങൾ കിടാനപ്പൊക്കെ വിടൂല. 2 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ വിടും. അപ്പൊ അവർക്ക് ഏതാണ്ട് പയ്യപ്പ ഒരു 1.5 ലിറ്റർ പാലിന്റെ അല്ലെങ്കിൽ 1.5 ലിറ്റർ പാലുണ്ടാവും. ആ പാല് ഡയറക്റ്റ് ആയിട്ട് കുടിക്കും. പിന്നെ നമ്മൾ പാത്രത്തിൽ കറന്ന് വെച്ച് കോഴിയുമ്പോൾ ഇതൊക്കെ കളയാണ്ട് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ കഴിയുമ്പോൾ വിട്ടുപിടിപ്പിക്കണം. അതാണ് നല്ലത്. അപ്പൊ നേരിട്ട് അമ്മയിൽ നിന്ന് നേരിട്ട് അപ്പത്തിന് ചൂടോട് കിട്ടാല്ലേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുടിപ്പിക്കണം. വിധം ഏത് വഴി പറ്റാലും 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു കറവ കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ കിടാവിനെ അയച്ചു വിട്ടേക്കും. അത് 2 മാസത്തേക്ക് ചെയ്യുള്ളൂ. അത് 2 മാസം കഴിഞ്ഞാൽ പിന്നെ കാൽത്തീറ്റമ്മയ്ക്ക് വരും. കിടാം കാൽത്തീറ്റമ്മയ്ക്ക് ആയി പിന്നെ പാല് കൊടുക്കേണ്ട ആവശ്യമില്ല. നോട്ടെ ആ കിട്ടി. പശുക്കിടാവിന് കൊടുക്കാൻ പോവാട്ടോ. അപ്പൊ എങ്ങനെ കൊടുക്കണേ നമുക്കൊന്ന് ലൈവായിട്ട് കാണാം. ചേട്ടൻ കാണിച്ചു തരും. പറഞ്ഞ അങ്ങനെ ആർക്കും അങ്ങനെ പിടി കിട്ടൂലല്ലോ. അപ്പൊ നമ്മള് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇന്നത് കൊടുത്തിട്ടില്ലല്ലോ. ഇത് ഒരെണ്ണം രാവിലെ കൊടുത്തു. അത് കിട്ടുന്നതനുസരിച്ച് കൊടുക്കും ഞാൻ. ഞാൻ മുട്ട കൊടുക്കുന്ന വിധം കണ്ടോ കേട്ടോ. ഇങ്ങനെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊടുത്തു പഠിപ്പിച്ചെടുത്തല്ലേ കണ്ടോ. അതാ തൊണ്ടപ്പാടെ കഴിക്കോള്.
ഇച്ചിരി പൊട്ടിയത് ഇച്ചിരി കൂടിപ്പോയി, അതാണ് പൊട്ടിപ്പോയി മുട്ട എന്നുവെച്ചാൽ സ്വല്പം പോയി. ഇങ്ങനെ പിടിക്കണല്ലേ, അമ്മക്കങ്ങ് പിടിക്കണല്ലേ. അത് ഇങ്ങനെ വായ തുറന്ന് പതിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കഴിച്ചോളൂ. കഴിക്കണോ? ടേസ്റ്റോടെയാണ് കഴിക്കുന്നത്. ഇത് വെറുതെ നല്ലത്. അതാ തൊണ്ടേപ്പാടൊക്കെ തിന്നോളൂ, പട്ടി തിന്നാ മതി. അത് പഠിപ്പിച്ച തന്നെ എന്റെ പേരിലാണ് അതിന്റെ വിധം. ഇപ്പൊ ലൈവ് കണ്ടില്ലേ, ഇപ്പൊ എല്ലാരും പറയും കൊടുക്കും എന്ന് പറയും. ഇത് നമ്മള് നേരിട്ട് കൊടുക്കണത് കണ്ട ലൈവായിട്ട് ഇപ്പൊ കാണിച്ചത്. നാടൻ കോഴിയുടെ മുട്ട തന്നെയാണ് ഇവിടെ ഉള്ള നാടൻ കോഴി, അതിന്റെ നാടൻ കോഴി മുട്ട കൊടുക്കും, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കാറുണ്ട്. മേടിച്ച് കൊടുക്കും. കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്ന മുട്ട വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രോട്ടീൻ കിട്ടില്ല. ഈ നാടൻ മുട്ട കിട്ടി കഴിഞ്ഞാൽ അതിനുള്ള പ്രോട്ടീൻ കിട്ടുവാണെങ്കിൽ അത് തന്നെ കൊടുക്കും. എല്ലാവരും പറയും മുട്ട കൊടുക്കും എന്ന് പറയും. ഞാൻ മുട്ട കൊടുത്ത് ചെറുപ്പം തൊട്ട് കൊടുത്ത് പഠിപ്പിച്ചിരിക്കുകയാണ്. ഏത് കിടാവിനും എല്ലാ കിടാവുകളും ആയ തുറന്നിരിക്കും. നല്ല ടേസ്റ്റോടെയാണ് കഴിച്ചില്ലേ. അതിപ്പോ നേരിട്ട് കഴിച്ച് കളയാണ്ട് ആ തൊണ്ടേപ്പാടം തിന്നോളൂ. ഓർമ്മ കൂടെ കിട്ടിയതല്ലായിരുന്നു. അത് കിട്ടിയാൽ കഴിക്കും, ഞാൻ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വർക്കിച്ചേട്ടന്റെ പശു വളർത്തൽ വീഡിയോ ആണ്. അപ്പൊ കിടാരി സംരക്ഷണം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.